ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് ഇത്തരം പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനം ഈ സിനിമകൾ ഒരു ചിലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലോട്ട് കടക്കാം. 1974 പുറത്തിറങ്ങിയ ഫ്രഞ്ച് പടമായ ഗോയിങ് പ്ലേസസ് ആണ് ആദ്യത്തെ പടം. മിയു മിയു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്ന ചേച്ചിമാർക്കെല്ലാം കളി കൊടുക്കുന്ന 2 കൂട്ടുകാരുണ്ട്. അവരുടെ ജീവിതത്തിലോട്ട് അപ്രതീക്ഷിതമായി ഒരു വെടി കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്നെനിക്ക് തോന്നിയത് ട്രെയിനിൽ വെച്ച് അവർ ഒരു സുന്ദരിയുമായി നടത്തുന്ന ചില പരിപാടികളാണ്. പഴയ കാലത്തെ ഒരു ഹിപ്പി ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 1982 റിലീസായ ഫീമെയിൽ ടീച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റുഡൻസ് എന്ന ചിത്രത്തിനെയാണ്. ഇതൊരു ജാപ്പനീസ് പടമാണ്. റുഷിയ സാൻഡാവ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയായ ഒരു ടീച്ചറായിരുന്നു റൈക്യു. ക്ലാസ്സിലുള്ള പല വിദ്യാർത്ഥികളും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാത്രിയിൽ കൈപ്പണി ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടെന്നീസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ പോയി കുളിക്കുവാൻ നേരത്ത് അവളെ ആരെയോ പീഡിപ്പിക്കുന്നു. മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ എതിർപ്പ് അവൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവൾ ആ സുഖത്തിലോട്ട് രമിച്ചു. തന്നെ പീഡിപ്പിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് ലഭിച്ച ഒരേയൊരു ക്ലൂ ജിക്സോ പസിലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. ആ പസിലും വെച്ചുകൊണ്ട് അവൾ പല കടകളും കയറി ഇറങ്ങി. പക്ഷേ ആ തുമ്പ് വെച്ച് മാത്രം അവൾക്കൊന്നും ലഭിക്കുകയില്ലെന്ന് കടക്കാരൻ പറയുന്നു. അതീവ സുന്ദരിയും മേനി അഴകുമുള്ള റൈക്യോവിനെ അവിടെയുള്ള വിദ്യാർത്ഥികളും പല ഫാക്കൽറ്റികളും നോട്ടമിട്ടിരുന്നു. അതിനാൽ അത് ആരാണ് ചെയ്തതെന്ന് റൈക്യോവിന് മനസ്സിലായില്ല. അതിനിടയിൽ റൈക്യോവിന് ഒരു കോൾ വരുന്നു. തന്നെ കുളിമുറിയിലിട്ട് പീഡിപ്പിച്ച വിദ്വാനായിരുന്നു അത്. അന്നത്തെ കളി പൊളിയായിരുന്നുവെന്നും തനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ പൊളിക്കുമെന്നും അവൻ പറയുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ക്ലാസ്സിലെ ഒരു വികൃതി പയ്യനായ തകാശിയാണോ എന്ന് അവൾ സംശയിക്കുന്നു. അവളുടെ സംശയം മാറുവാനായി അവൾ തകാശിയുടെ കൂട്ടുകാരിയായ കുമിയുടെ സഹായം തേടുന്നു. കുമി അവളെ സഹായിക്കാമെന്നും അതിനുള്ള ഒരു സാഹചര്യം അവൾ ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ റൈക്യോ ടെന്നീസ് കളി കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ കുളിക്കുവാൻ പോകുന്നു. ഇത്തവണ അവൾ ഡോറെല്ലാം നന്നായിട്ട് പൂട്ടിയിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നതായി തോന്നി. അവൾ ചോദിച്ചു ആരാണെന്ന്. പുറത്തുനിന്ന് കുമിയാണെന്ന് മറുപടി പറയുന്നു. ഗേൾസ് റോക്കേഴ്സ് റൂമിൽ ഭയങ്കര തിരക്കാണെന്നും അതിനാൽ തനിക്ക് ഇവിടെ കുളിക്കാൻ അനുവദിക്കണമെന്നും അവൾ പറയുന്നു. റൈക്യോ അതിന് സമ്മതിക്കുന്നു. കുളിക്കുന്നതിനിടയിൽ റൈക്യോയുടെ ആകാരഭംഗി കണ്ട് കുമി ആസ്വദിക്കാൻ തുടങ്ങുന്നു. കൺട്രോൾ പോകുന്ന കുമി റൈക്യോയുടെ ശരീരഭാഗങ്ങൾ പിടിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ മതിമറന്നു പോകുന്ന റൈക്യോ പിന്നീട് സ്ഥിരകാല ബോധം വീണ്ടെടുത്ത് അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം കുമി എന്ന ആ കാന്താരി റൈക്യോനെ ഒരു വീട്ടിലോട്ട് വിളിക്കുന്നു. തക്കേഷി അവിടെയുണ്ടെന്നും റൈക്യോയുടെ സംശയമെല്ലാം അവിടെ വെച്ച് തീർക്കാമെന്നും പറയുന്നു. ഒന്നും അറിയാത്ത റൈക്യോ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ റൈക്യോ അവിടെ പോവുകയും ചെയ്യുന്നു. അവിടെ റൈക്യോന് നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനമായിരുന്നു. തകാശിയുടെ കൂട്ടുകാരും കുമിയും ചേർന്ന് റൈക്യോനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു കളി തന്നെ നടത്തിയ ആളെ തപ്പിപ്പോകുന്ന റൈക്യോനെ കിട്ടുന്ന കളികളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതൊന്നും കൊണ്ട് ഇത് ഇവിടെ നിൽക്കുന്നില്ല. റൈക്യോയ്ക്ക് പിന്നീടും ചില കളികൾ കിട്ടുന്നു. അതെല്ലാം നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതിനോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനുള്ള വകുപ്പ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ആൾ ലേഡീസ് ഡു ഇറ്റ് ആണ്. ക്ലൗഡിയ കോൾ
കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്ന പ്രദർശനമുണ്ട്. ഈ സിനിമ ആദ്യത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്ന പ്രദർശനമുണ്ട്. അതീവ സുന്ദരിയായ നടിയാണ് ക്ലൗഡിയ കോൾ. ഈ നടിയുടെ ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ മറ്റുള്ളവരുമായുള്ള ചില സെക്ഷുവൽ എക്സ്പ്ലോറേഷനാണ് ഈ സിനിമ പറയുന്നത്. ടിൻഡോ ബ്രാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ പോക്കുകിടപ്പ് എങ്ങനെയാണെന്ന്. മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, കാലിക്കുല. ആ സിനിമയിലെ ഡയറക്ടറായ ടിൻഡോ ബ്രാസ് ആണിത്. ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ചേർത്തിട്ടുള്ള പടം തന്നെയാണ്. നാലാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് പടത്തിനെയാണ്. 1981 പുറത്തിറങ്ങിയ പൊസഷൻ എന്ന ചിത്രമാണത്. ഇസബെല്ല അഡ്ജാനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. എല്ലാം നല്ല അടിപൊളി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അന്ന എന്നൊരു കഥാപാത്രത്തിനെയാണ് ഇസബെല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയാണ് ആന. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു ഹൊറർ ജനറിലാണ് ഈ ചിത്രം പോകുന്നതെങ്കിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കാനുള്ള നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുവാൻ അവർ മറന്നിട്ടില്ല. മാർക്ക് എന്ന പേരുള്ള ഒരാൾ തൻ്റെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യയായ അന്ന അയാളോട് വല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. ഒരു ഹൊറർ തീമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. എങ്കിലും ആവേശകരമായ രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു R-rated ചിത്രമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഒരു ഹൊറർ തീമിലുള്ള കളിപ്പടം തപ്പി നടക്കുന്നവർ തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ ചിത്രത്തിനെയാണ്. 1973 പുറത്തിറങ്ങിയ ദ ഹോളി മൗണ്ടൻ എന്ന ചിത്രമാണിത്. കാറിൽ വെച്ച് നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി പറയുവാൻ ആരും തന്നെയില്ല. വലേറി ജബഡ്രോസ്കി, റീഡ് ബ്രീസ്, അഡ്രിയാന പേജ്, ജേൻ മിച്ചൽ, ഗ്വാഡ്രാറുപ്പി പിള്ളഡേഴ്സ് എന്നു പേരുള്ള നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം മാസ്മരിക രംഗങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. കാരണം അത്തരം രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതും വർണ്ണനകൾക്കും അപ്പുറമാണ്. ചിലതൊക്കെ ചില മെഷീനുമായിട്ടുള്ള എന്തോ പരിപാടികളാണ്. അതൊന്നും വാ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. ഈ ചിത്രത്തിലെ കഥയും കുറച്ച് വേറെ ലെവൽ കഥയാണ്. അതും ഒന്നും പറഞ്ഞൊപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത്തിരി സൈക്കോളജിക്കൽ പരമായും കുറച്ച് ആസ്ട്രോളജിക്കൽ പരമായും പോകുന്ന ഒരു കഥയാണ്. എല്ലാം ഒരു പുതിയ വർണ്ണനകൾക്ക് തന്നെ വേണ്ടി വരും. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു കിളി പറത്തുന്ന പടമാണ്. ആരുടെയെങ്കിലും കിളി പറത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചിത്രം ഉറപ്പായും കാണൂ. മാത്രമല്ല അനവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വർണ്ണനകൾക്കും അതീതമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ഈ ചിത്രം കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കൂടുതൽ പുതുപുത്തൻ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.